നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോക്സോ കേസിൽ റിമാൻഡിലായ പ്രതി മരണപ്പെട്ട കേസ് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. മരണപ്പെട്ട ആദവനാട് ചന്ദനക്കാട് സ്വദേശി കോട്ടയിൽ അബ്ദുൾ റഷീദിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുഖേന തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 100 വീടുകളുടെ താക്കോൽ കൈമാറ്റം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. താനാളൂർ നരസിംഹ ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. ശനിയാഴ്ച വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് കവർച്ചാശ്രമം നടന്നത്. ശനിയാഴ്ച രാത്രി മീനത്തൂർ അമ്മംകുളങ്ങര ദേവീക്ഷേത്ര ഓഫീസിൽ നിന്നും 15,000 രൂപയും മൊബൈൽ ഫോണും കളവുപോയി. മതസാംസ്കാരിക പരിപാടികളിൽ ഹരിതചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ താഴെത്തട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലോത്സവം കൂട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് R അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 11 കിലോ കഞ്ചാവ് പിടികൂടി. ശനിയാഴ്ച വൈകിട്ട് 5:45 സംഭവം. തിരൂർ RPF SI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. സാംസ്കാരിക രംഗത്ത് വലിയ അധിനിവേശം നടക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയെന്നും പല പ്രഗത്ഭരായ എഴുത്തുകാരും ഇന്ന് എഴുതുന്നില്ലെന്നും എന്തെങ്കിലും എഴുതിയാൽ ജയിലിലാവുന്ന സ്ഥിതിയാണുള്ളതെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. തിരൂർ തുഞ്ചൻ പറമ്പിൽ 4 ദിവസം നീണ്ടുനിന്ന തുഞ്ചൻ ഉത്സവത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എടക്കനാട് GM UPSൽ മക്കൾക്കായി ഒരു ദിനം എന്ന പേരിൽ ശില്പശാല നടന്നു. PTA പ്രസിഡന്റ് CO ബാബുരാജ് അധ്യക്ഷനായ ചടങ്ങ് പുറത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. BM and BC ചെയ്ത് നവീകരിച്ച താനാളൂർ പുത്തനത്താണി റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 5 കോടി രൂപ ചെലവിട്ടാണ് റോഡിന്റെ നവീകരണം പൂർത്തിയായത്. മലപ്പുറം ജില്ലയിൽ 17 ഉപജില്ലകളിലായി 121 കേന്ദ്രങ്ങളിൽ LSS മാതൃകാ പരീക്ഷ KSTA മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. 16,174 കുട്ടികൾ LSSും 14,693 കുട്ടികൾ USS പരീക്ഷയും എഴുതി. താനാളൂർ കണ്ണന്തളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തോഹിര മുഖ്യപ്രഭാഷണം. വെന്നിയൂർ അൻസാറുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാസറുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ LP സ്കൂളായി പ്രഖ്യാപനവും അഡ്മിഷൻ ഉദ്ഘാടനവും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.